ഏവർക്കും സ്നേഹവന്ദനം. വളരെ ചാരുതാർത്ഥ്യത്തോടുകൂടിയാണ് 4ാമത്തെ എപ്പിസോഡ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ ബൈബിളിനെ സംബന്ധിച്ചുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ദയവുണ്ടായിട്ട് ലിബർട്ടി TV ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കാണണമേ, പ്രത്യേകിച്ച് ബൈബിൾ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ കാണണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാനായിട്ടുള്ളത് നിങ്ങളുടെ അഭ്യർത്ഥനയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകും, നിങ്ങൾ അതിൽ നിന്ന് പുറത്താകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങളുടെ സ്നേഹിതന്മാരുമായിട്ട് ഇത് പങ്കുവെക്കാൻ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുമല്ലോ. ഇത് ജാതി മത വർഗവർണ്ണ വ്യത്യാസം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ബൈബിളിന്റെ ചരിത്രപരതയെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ലോകോത്തര വേദികളിൽ ആദ്യമായി ഏകേശ്വര വിശ്വാസം പ്രഖ്യാപനം ചെയ്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന വസ്തുത നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബഹുദൈവ വിശ്വാസം വളർന്നു പന്തലിക്കുകയും വിഗ്രഹ ആരാധനകൾ പ്രബലമാകുകയും രാജാക്കന്മാരെ പൂജിക്കുകയും ചെയ്തു വന്ന കാലഘട്ടത്തിൽ ബൈബിൾ അചഞ്ചലം ഏകേശ്വര വിശ്വാസ പ്രഖ്യാപനം വിളംബരം ചെയ്ത് രംഗപ്രവേശനം ചെയ്യുകയാണ് ഉണ്ടായത്. അന്നത്തെ സാമ്രാട്ടുകളും സാമന്തന്മാരും മറ്റുള്ളവരുമെല്ലാം ബഹുദൈവ വിശ്വാസത്തെ ഊട്ടി വളർത്തുകയും സംരക്ഷണം നൽകുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇന്നേക്ക് 3600 വർഷങ്ങൾക്ക് മുമ്പ്, വളരെ കൃത്യമായി പറഞ്ഞാൽ BC 1500 ഇസ്രായേലിന്റെ തലക്കണം വന്ന പ്രവാചക ശ്രേഷ്ഠനായിരുന്ന മോശെ പ്രഖ്യാപിച്ച ഇങ്ങനെയാണ്. അന്നത്തെ ചരിത്രത്തിന്റെ താളുകളെ പരിശോധിച്ചാൽ അറിയാവുന്നതുപോലെ റാ എന്നും ആവണു എന്നുള്ള പേരിൽ ആരാധിക്കപ്പെട്ട ദേവന്മാരുടെയും മസോറി എന്നറിയപ്പെട്ട പശുദേവതയുടെയും നാട്ടിൽ അതിനെ അംഗീകരിച്ച് ആരാധിച്ച രാജാക്കന്മാരുടെ നാട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു: അല്ലയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവം ഏകനാകുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഷെമ ഇസ്രായേൽ അഡോണായി എലോഹീനു അഡോണായി എഖാദ്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ആശയഗതികളെയും ഒരുപോലെ സ്വാധീനിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ് BC 1370 ഈജിപ്തിൽ ജീവിച്ചിരുന്ന ചക്രവർത്തി അവൽ ഹോത്ത് 4-ാമൻ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി: ഈശ്വരൻ ഏകനാകുന്നു. ആ ദൈവത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അട്ടോൺ എന്നാണ്. തുടർന്ന് അറ്റോൺ എന്ന പേര് തൻ്റെ പേരുമായി ചേർത്ത് ഇഗ്നാറ്റോൺ എന്ന് മാറ്റുകയുണ്ടായി. കുറെ കൂടെ കഴിഞ്ഞ് 7-ാം ശതകത്തിൽ ആവിർഭവിച്ച പേർഷ്യയിലെ സ്വരാഷ്ട്രർ ബഹുദൈവ വിശ്വാസം വളർന്നു വലുതായിരുന്ന പ്രാചീന കാലഘട്ടത്തിൽ അന്നത്തെ ലോകത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു: ഈശ്വരൻ ഏകനാണ്. അഗുരുമസ്ത എന്ന് അദ്ദേഹം ആ ദേവനെ വിളിച്ചു. അഗുരുമസ്ത എന്ന ദേവൻ വെളിച്ചമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വെളിച്ചത്തിന്റെ ദൈവത്തെയാണ് അദ്ദേഹം അംഗീകരിച്ചത്. ഇന്നും ആ ദൈവത്തെ വെളിച്ചമായി അംഗീകരിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം മാത്രമാണ്. കാലം പിന്നെയും ഓടിത്തുടങ്ങി. ആളുകൾക്ക് ഭൗതിക തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. കുറെ കൂടെ കഴിഞ്ഞ ശേഷം ക്രൈസ്തവ യുഗം ആരംഭിക്കുകയുണ്ടായി. ക്രൈസ്തവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ജനകോടികളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഏകനാണെന്ന ക്രൈസ്തവ വിശ്വാസ പ്രഘോഷണം ചെന്നെത്തിയ രാജ്യങ്ങളിലെല്ലാം ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ലോകം തെന്നിമാറി തുടങ്ങി. ജനങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് മുഖം തിരിക്കുകയുണ്ടായിരുന്നു. എന്നാൽ കുറെ കൂടെ കഴിഞ്ഞ ശേഷം AD 2-ാം നൂറ്റാണ്ടിൽ മാണിക്കയ്യ മതസ്ഥാപകനായ മാണി ലോകത്തോട് പ്രഖ്യാപിച്ചു: ഈശ്വരൻ ഏകനാകുന്നു. കുറെ കൂടെ കാലം പുരോഗമിച്ചപ്പോൾ ഇതാ മറ്റൊരു പ്രഖ്യാപനം. മക്കയിൽ നിന്നുകൊണ്ട് ഓരോ ദിവസത്തിനും 1 എന്ന ക്രമത്തിൽ 360 ദേവീദേവന്മാരെ പൂജിച്ചു വന്ന അറബികളുടെ കൂട്ടത്തിൽ ഖുറൈശ് ഗോത്രത്തിന്റെ കുലദൈവമായിരുന്ന ഹൂബിൾ എന്ന മുൻകാലത്ത് അറിയപ്പെട്ടതും പിന്നീട് അള്ളാഹു എന്ന് വിശേഷിക്കപ്പെട്ടതുമായ ചന്ദ്രദേവനെ ഒഴികെ 359 ദേവീദേവന്മാർ ദൈവങ്ങളല്ല എന്നും അള്ളാഹു ഏകനാകുന്നു എന്നുമുള്ള ഹസ്രത്ത് മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനം. ഇത് പറയുവാൻ ഇസ്ലാം പ്രവാചകന് പ്രചോദനം നൽകിയത് പവിത്രവാക്യ സംഹിതയായ വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ ഇതുപോലെ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ഏകേശ്വര വിശ്വാസം വിളംബരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ 33 കോടി ദേവീദേവന്മാരുമായിട്ടാണ് ഇവിടെ താമസം ഉറപ്പിച്ചത്. എങ്കിലും കാലക്രമേണ അവർ പറഞ്ഞു: നാനാ പേരുകളിൽ അറിയപ്പെടുന്ന ഈശ്വരൻ ഏകനാകുന്നു എന്ന്.
ലോകം കണ്ട ദാർശനികരിൽ അഗ്രഗണ്യനായിരുന്ന നമ്മുടെ രാജ്യത്തിന്റെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ബഹുമാന്യനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ താൻ എഴുതിയ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിന്റെ 1-ാം വാല്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത, ഒരുപറ്റം ദേവീ ദേവന്മാർ സൃഷ്ടിക്കുന്ന അരാജകത്വത്തെക്കാൾ യുക്തവും സരളവുമായിട്ടുള്ളത് ഏകേശ്വര വിശ്വാസമാണ്. ഈ വിശ്വാസം ആദ്യമായി അംഗീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ജനത എബ്രായ ജനതയാണ്. എബ്രായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി കടന്നു വന്നവർ എന്നാണ് അർത്ഥം. അതേ ലോകത്തിൽ ആദ്യമായി ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചതും വ്യാപിപ്പിച്ചതും ബൈബിളിന്റെ വിളംബരം കൊണ്ട് മാത്രമാണ്. എവിടെയെല്ലാം ബൈബിൾ എത്തിയോ അവിടെയെല്ലാം ബഹുദൈവ വിശ്വാസത്തിന് തകർച്ചയുണ്ടായി. എന്നാൽ ബൈബിളിന്റെ ഈ ജൈത്രയാത്ര തടസ്സപ്പെടുത്തുവാൻ ബഹുദൈവ വിശ്വാസികളും നാസ്തികന്മാരും ഒരുപോലെ അന്നും ഇന്നും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കതിന് സാധ്യമാകയില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ ആധികാരികമായിട്ടുള്ളൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഏക സത്യ നിത്യ ദൈവത്തെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ആ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം നിത്യനായിട്ടുള്ള ദൈവമാണ്, സത്യദൈവമാണ്. മനുഷ്യവർഗത്തിനോടുകൂടെ മനുഷ്യരോടൊപ്പം പാർക്കുവാനും മനുഷ്യനെ സ്നേഹിക്കുവാനും മനുഷ്യനെ രക്ഷിക്കുവാനും കഴിയുന്ന ഏക സത്യനിത്യ ദൈവത്തെ കുറിച്ചുള്ള ആ വലിയ സത്യത്തെ വിശുദ്ധ ബൈബിളിലൂടെ നിങ്ങൾ കണ്ടെത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ സമാപിപ്പിക്കുന്നു.